ഹലോ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും ഓണം? എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു. പിന്നെ അവിടെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ കുഴപ്പമില്ലാണ്ട് ഓണമൊക്കെ ആഘോഷിച്ചു. ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അന്നേരം സദ്യയൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നലെയായിരുന്നു തിരുവോണം. നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ച് അവിടെ നിന്ന് ഉച്ചയായപ്പോഴേക്കും ഇവിടെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ എത്തി. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡും ഒക്കെ കഴിച്ച് ഞങ്ങൾ ചെറിയൊരു ടീ ബ്രേക്കിന് പുറത്തൊക്കെ പോവാം, ഒന്ന് ചായ കുടിക്കാൻ പുറത്തൊക്കെ പോവാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛനെ കാണിച്ചു തരാം കേട്ടോ. അമ്മ അകത്തുണ്ട്, എൻ്റെ അച്ഛനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പപ്പ. ഹായ്. ഹായ്. അങ്ങനെ ദക്ഷുവിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചൻ ഹലോ പറയും. ദക്ഷു ഹലോ. എന്നാൽ കുഞ്ഞുകുട്ടിയും റെഡിയായി നിൽക്കുകയാണ് പുറത്ത് പോകാൻ. ഇവിടെ അടുത്ത് തന്നെ ചുമ്മാ ഒരു ബേക്കറിയിൽ പോയി ചായയൊക്കെ കുടിച്ച് പോയി വരാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം മോൾക്ക് ഇന്നലെ തൊട്ട് കളി ബഹളമൊക്കെ ആയിട്ട് അതിൻ്റെ ക്ഷീണമായിട്ട് കിടക്കുകയാണ് കേട്ടോ. 4:30 ആയിട്ടുള്ളൂ. മോള് കിടക്കുകയാണ്, മോള് വരുന്നില്ല. അമ്മ അകത്തുണ്ട്. അടുത്ത വീഡിയോയിൽ അമ്മനെ കാണിച്ചു തരാം. അങ്ങനെ അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ. കുട്ടനെല്ലൂരാണ് എൻ്റെ വീട്. അവിടെ അടുത്ത് തന്നെയുള്ള തോട്ടപ്പടിയിൽ അവിടെ ഒരു മോള് പോലെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ടീ കടയെന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ പോയത്. അവിടെ നിന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ചായ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ 4 പേർക്കും ചായ ഓർഡർ ചെയ്തു. ദക്ഷപ്പൊടിക്കൊന്നും ഓർഡർ ചെയ്തില്ല. ദക്ഷപ്പൊടിക്ക് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യം മോളും വന്നു കേട്ടോ. നമ്മൾ ഒരുപാട് നിർബന്ധിച്ചു. ആദ്യം കിടക്കായിരുന്നു. അവിടെ നിന്ന് കുത്തിപ്പൊക്കി ആദ്യം മോളെ എടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ ദക്ഷു വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്യാണ്. ദക്ഷുവിന് ഹാർട്ട് തരുന്നുണ്ട്, അതുപോലെ കുഞ്ഞുകുട്ടിയും ഹാർട്ട് തരുന്നുണ്ട്. ആദ്യം മോൾക്ക് വയ്യ, അതാണ് ഒരു ഗ്ലൂമി ആയിട്ട് മൂഡ് ഔട്ടായിട്ടൊക്കെ ഇരിക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ സ്നാക്സായിട്ട് മസാലപ്പൂരിയും പിന്നെ ബോംബെ പാവ് എന്നൊക്കെ പറഞ്ഞൊരു സ്നാക്കൊക്കെ ആട്ടോ വാങ്ങിച്ച്. അങ്ങനെ നമ്മൾ സ്നാക്സും ഒക്കെ കഴിച്ച് ടീ കടയിലാണ് കേട്ടോ ഷോപ്പ്. നല്ല തിരക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും പോവാണ്. നമ്മുടെ 2 വീലർ അവിടെ അടുത്തൊരു ബേക്കറിയുടെ അവിടെയാണ് ഇരിക്കണത്. അവിടെ പോയി 2 വീലറൊക്കെ എടുത്ത് നമ്മൾ തറവാട്ടിലേക്ക് വന്നു കേട്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ തറവാടാണ്. ഞാൻ ചെറുപ്പത്തിലേ ജനിച്ചു വളർന്ന അച്ഛൻ്റെ തറവാടാണിത്. അവിടെയുള്ള വിശേഷങ്ങളും അവിടെയുള്ള ആൾക്കാരൊക്കെ ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ.